ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫുഡിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് വേറൊന്നല്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണം റീസെൻ്റായിട്ടാണ് കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ചെറിയൊരു വിരുന്ന് പോലെ ഒരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം നിൽക്കുന്നത് നമ്മുടെ പുറമുറ്റം വയലോരം ഷാപ്പിലാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ കണ്ട ഒരു കുറുമ്പി പെണ്ണാണ് ഇവൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഭയങ്കര ആയിട്ട് നമ്മുടെ ആയിട്ട് ഇണങ്ങുന്നുണ്ട് അവൾ. ഓക്കെ, അപ്പം എൻ്റെ കണ്ടീഷനൊക്കെ അറിയാമല്ലോ, എനിക്ക് അധികം ഒന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ഷാപ്പിൽ തന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടനും വൈഫും. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ നാത്തൂന്. അപ്പോൾ ഇവർക്ക് ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് പോകുന്നതാണ്. നമ്മളിങ്ങനെ ഷാപ്പിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഹട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കൈ കഴുകണമല്ലോ. ചേട്ടായി ആദ്യം തന്നെ അതിനകത്ത് കയറിയിരുന്നു കൈയൊക്കെ കഴുകി. നമ്മൾ കൈ കഴുകാണ്, ഹൈജീൻ മുഖ്യം ബിഗിലെ. അപ്പം നമ്മൾ ആദ്യം തന്നെ കൈയൊക്കെ കഴുകി ഇറങ്ങിയാണ്. ഞങ്ങൾ കൈ കഴുകാൻ വരുന്നതിൻ്റെ പുറകെ തന്നെ അവളും അങ്ങ് പോകുന്നു കേട്ടോ. ഹട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുമായിരുന്നു ആളെ. ഭയങ്കര രസമാണ് പുള്ളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹട്ടിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു കാഴ്ചകൾ. നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്ത് ഇതെല്ലാം മുങ്ങിപ്പോകും കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യാനുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ശ്രദ്ധയിലൊരു കാര്യം പെട്ട കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മുടെ ഹട്ടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ആരായിരിക്കുന്നത്? ഒരു പൂച്ച സാറ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. നല്ല കപ്പയും അപ്പവും അതുപോലെ തന്നെ എന്താണ് നല്ല തലക്കറിയും പോർക്കും നമ്മുടെ കക്ക ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ വരാൽ ഫ്രൈയും അതുപോലെ തന്നെ പ്രോൺസും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. പോർക്ക് ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് അങ്ങ് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ കപ്പയാണ് കേട്ടോ വാങ്ങിച്ചത്. കപ്പയും തലക്കറിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതേപോലെ ഇച്ചിരി മീനിൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ആ കപ്പയിലോട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വായിലോട്ട് വെക്കുമ്പോൾ നമ്മൾ സ്വർഗം കാണും കേട്ടോ ഗൈസ്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് മുഴുവനായിട്ട് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ടേസ്റ്റാണ് കേട്ടോ. പോർക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിടക്കാച്ചയായിട്ടാണ്, മസ്റ്റ് ട്രൈ ആണ്. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ കഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ കഴിച്ചത് കക്ക ഫ്രൈ ആണ് കേട്ടോ. കക്ക ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ കക്കായ്ക്ക്. സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് മാനസ? എങ്ങനെയുണ്ട് ഭാരതി? എങ്ങനെയുണ്ട്? കൊള്ളാം. മാഹി? അടിപൊളി. ഞങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പോളിങ്ങിലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ കഴിപ്പ് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ്. എടുത്തോ പ്രോൺസ് എല്ലാവരും എടുത്തോ. സത്യമായിട്ട് ഈ പ്രോൺസ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അല്ലാത്ത മറ്റേ ഉണക്ക ചെറിയ ചെമ്മീനുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇതിന്റെ ടേസ്റ്റ് ഒന്നും നീ കഴിക്കുന്നതിന് ഒരു തീരുമാനം. മണ്ടോയിൽ ഞാൻ പോയിട്ട് എനിക്ക് ഏട്ടൻ മേടിച്ചു തരാത്ത സാധനമാണ്. എനിക്കിത് വേണം, എനിക്ക് വേണം. റിവ്യൂ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പ്രോൺസിൻ്റെ ടേസ്റ്റ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി, സൂപ്പർ. അപ്പോൾ പ്രോൺസ് ലവേഴ്സൊക്കെ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. നല്ല പാകത്തിനുള്ള എരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടില്ല, ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. സംസാരവും തമാശയൊക്കെ പറഞ്ഞിട്ട് വയറും മനസ്സുമൊക്കെ ഒരേപോലെ നിറയുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ. സത്യമായിട്ട് ഷാപ്പിൽ വന്ന് കഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പം കിട്ടിയത് ഇത് കഴിച്ചപ്പോൾ. നല്ല എരിവുണ്ട്.
അതിനുശേഷം നമ്മുടെ കണവ റോസ്റ്റാണ് കേട്ടോ വന്നത്. അടിപൊളി ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കണവ റോസ്റ്റ് ചെയ്തത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അറിയാലോ, നല്ല റബ്ബർ പോലുണ്ട്. അങ്ങനെ കൂന്തൽ റോസ്റ്റും കഴിച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള വരാൽ ഫ്രൈ ആണ് കേട്ടോ വന്നത്. അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ആണ്. ഇതേപോലെ പിച്ചെടുത്തൊന്ന് കഴിച്ചു നോക്കണം. സൂപ്പർ. ഇതാണ് വരാൽ ഫ്രൈ ചെയ്തത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളിയാ. നല്ല ചൂടാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരുന്നു. ഞങ്ങൾ ആ ഫുഡെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാനുള്ള വരാൽ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ വലിയൊരു ഫ്രൈ തന്നെയായിരുന്നു അത്. അതും എല്ലാം ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. ബാലൻസ് വന്ന് ഞങ്ങളുടെ പട്ടിക്കുട്ടന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നല്ല ഹാപ്പിയായിട്ട് അതെല്ലാം കഴിച്ചു. വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാ ചുമ്മാ കേട്ടോ. അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ല, അല്ലാതെ തന്നെ ഞാൻ കൊടുത്താ. പക്ഷെ ചേട്ടാ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഒരു കണ്ണാടി കിട്ടുന്നില്ല. എനിക്ക് മതി. നമ്മുടെ ടേബിളിൽ സ്പേസ് ഇല്ലാത്തത് നമ്മുടെ തലക്കറി നമ്മളങ്ങ് സൈഡ് ആക്കിയിട്ട് കേട്ടോ ഗൈസ്. മൊത്തം കഴിക്കട്ടെ അല്ലേ? ബ്ലോഗറാന്ന് പറഞ്ഞു ഇവള് മൊത്തം നിന്നോണ്ടിരിക്കാണ്. തല കൊഞ്ച് കഴിക്കേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വെള്ളം കഴിക്കട്ടെ. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ തിന്ന് തീർക്കട്ടെ ഗൈസ്. ടാറ്റയൊന്നുമല്ല, ഇനി പോകുന്നവരെ ഉണ്ട്. അതുവരെ ഞാൻ തപ്പി പിടിച്ചപ്പോ ലാസ്റ്റ് ആയിട്ട് ഒരു പ്രോൺസും കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഫുഡെല്ലാം കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് ഈസ്റ്ററും കൂടാണ്. അപ്പം ആ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല. ഫുഡെല്ലാം നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇവിടെ ഈ ഒരു ഷാപ്പിൽ, നമ്മുടെ പുറമറ്റം വയലോരം ഷാപ്പിലൊന്ന് വരണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങൾ കംപ്ലീറ്റ് കഴിച്ച് കഴിഞ്ഞു. എല്ലാം കാലിയാക്കി. ബാക്കി വന്ന വേസ്റ്റും ഞങ്ങൾ നമ്മുടെ പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല കഴിച്ചത്, നമ്മുടെ കുറുമ്പി പെണ്ണിനും ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ പൂച്ച സാറിനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതുപോലെ അങ്ങനെ പറഞ്ഞില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ. ഇതേപോലെ ഒന്നും കാണാൻ പറ്റത്തില്ല ഉടനെ ഒന്നും. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത്. ബൈ.